എന്ന പ്രോഗ്രാം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മ്യൂസിയത്തിലാണ്. അപ്പോൾ ഒരു വൈകുന്നേര സമയത്താണ് ഞങ്ങൾ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇത്തിരി ദൂരെ നിന്നാണ് വന്നിരിക്കുന്നത്. ദൂരെ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നല്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സുന്ദരമായിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ല കാണാൻ വേണ്ടി. അതുപോലെ തന്നെ എക്സാമുമായി ബന്ധപ്പെട്ട് വന്നൊരു ടീമാണ്, പക്ഷേ എക്സാം എഴുതുന്ന ആൾ ഇതിലില്ല. കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്, മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ശരി, അത് നമുക്ക് ഈ ടീമിനെ മൊത്തത്തിലൊന്ന് പരിചയപ്പെടുകയാണ്. കുറച്ച് ഫ്രണ്ടിലോട്ട് കിടക്കട്ടെ എല്ലാവരും. കാരണം എന്താ പറയുക, വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ഇവരൊക്കെ നമ്മളെ കുറ്റിയാടിക്കാരല്ലേ ചോദിക്കണം. അതാണ് അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ചേച്ചേനോട് പറയാം, ആ 10 ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് ആദ്യം പറഞ്ഞു തരുമോ അല്ലേ? ശരി, മോനെ പേര് പറ. വിഷ്ണു. എന്ത് ചെയ്യുന്നു വിഷ്ണു? ഞാൻ +2 പ്ലസ് ടു പഠിക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞാ? ഇല്ല, +2ലേക്ക്. ഏതാ ഗ്രൂപ്പ്? കൊമേഴ്സ് ആണ്. എങ്ങനെ പഠിത്തം നന്നായിട്ട് പോകണം? കുറ്റിയാടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കുറ്റിയാടി ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. സൂപ്പറാണ്, ഹാപ്പിയാണ്, അടിപൊളിയാണ്. ഓക്കെ, പേര് ശശി. ഓക്കെ, എന്താണ് ജോലി ചെയ്യുന്നത്? കാർഷിക മേഖലയാണ്. കുറ്റിയാടി ഇങ്ങനെ കാർഷിക മേഖലയിലൊക്കെ പെട്ട സ്ഥലമാണോ? മൊത്തം കാർഷിക മേഖലയാണ്. എന്താണ് കൂടുതലായിട്ട്? തേങ്ങയാണ് കൂടുതൽ. തേങ്ങ പൈസ കൂടി, കിലോനൊക്കെ പൈസ കൂടിയാ? ഇല്ല, വളരെ കുറവാണ്. ഇവിടെ കൂടുതലാന്ന് പറയുന്നത്. 30 രൂപയല്ലേ ഉള്ളൂ. എത്ര വർഷമായി കാർഷിക മേഖലയിൽ? കാർഷിക 15 വർഷം. ഹാപ്പിയാണ്, അടിപൊളി. പേര് പറ. യദുകൃഷ്ണ. ഭയങ്കര ഭക്തനാണെന്നല്ലോ. ഞാൻ ഫുൾ ചന്ദനൊക്കെയാണല്ലോ. അമ്പലത്തിൽ പോയോ? ഇവിടെ വന്നിട്ട് പത്മനാഭനെ കാണാൻ പോയോ? ആറ്റുകാലമ്മയെ കാണാൻ പോയോ? പത്മനാഭനെ കണ്ടെങ്കിൽ ആറ്റുകാലമ്മയെ കാണണം. നമ്മുടെ പഴവങ്ങാടി പോയോ? പോയില്ല. പത്മനാഭന്റെ തൊട്ടടുത്തല്ലേ പഴവങ്ങാടി പോകണം. എത്രയല്ലേ പഠിക്കണേ യദുകൃഷ്ണ? ഇപ്പൊ 8ലേക്ക് പാസ്സായി. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നു ക്ലാസ് ഒക്കെ. ഓക്കെ, ശരി. പേരെന്താണ് ചേച്ചി? പ്രജിത. ഓക്കെ, അപ്പൊ പ്രജിത ചേച്ചി സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ കണ്ടവർ പറയും, ഇത് പ്രജിത ചേച്ചി അല്ലാതെ നന്നായിട്ട് സംസാരിക്കുമല്ലോ, ഇതെന്താ ഇങ്ങനെ മെല്ലെ സംസാരിക്കണേന്ന്. ഓക്കെ, എന്തും ജോലി ചെയ്യുന്നുണ്ടോ? അക്ഷയയിൽ വർക്ക് ചെയ്യണം. അവിടെ തൊട്ടിൽപ്പാലത്താണ്. ശരി, എങ്ങനെയാണ് ജോലിയൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ലീവൊക്കെ കിട്ടാറില്ല ഇടക്ക്? ലീവ് എടുത്തു? 7 ദിവസത്തെ. ഇവിടെ തിരുവനന്തപുരത്ത് വന്നത് എന്താണ്? ഈ പരീക്ഷ എഴുതാൻ വേണ്ടി വന്ന, പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അപ്പൊ എത്ര ദിവസം കൊണ്ട് പരീക്ഷ? എങ്ങനെയാ? പരീക്ഷ കഴിഞ്ഞോ? അല്ല, കഴിഞ്ഞിട്ടില്ല, നടന്നോണ്ടിരിക്കുന്നു അല്ലേ? ചേട്ടൻ പേര് എന്നോടൊന്നും ചോദിക്കാത്തല്ലേ? ചേട്ടൻ പേര് പറ. പ്രഭാകരൻ. എന്താണ് ജോലി? ഡ്രൈവറാണ്. ഏതാ വാഹനം? ഏതാണ്? പിക്കപ്പാണ്. കുറെ വർഷമായോ? വിദേശത്തുണ്ടായിരുന്നോ? ഇല്ല, ഗൾഫിലൊന്നും പോയിട്ടില്ല. നാടന്നെ ഹാപ്പി. നാട് മതിയല്ലേ? ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നത്. ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. റോഡിന്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാ ഇപ്പം ആ ഭാഗത്തൊക്കെ? റോഡിന്റെ അവസ്ഥ പറയാണ്ടിരിക്കുന്നതാ നല്ലത് അല്ലേ? ശരി, എല്ലാം ശരിയാവട്ടെ. പേരെന്താണ് ചേച്ചി? പ്രജിനി. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ചേച്ചി? വീട്ടമ്മ. വീട്ടു ജോലി തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. സീരിയലൊക്കെ കാണാറില്ലേ? കുറച്ച് സീരിയലൊക്കെ കാണാറുണ്ട് കേട്ടോ. പേരെന്താണ് ചേച്ചി? പ്രജിഷ. എന്താണ് ജോലി? വീട്ടമ്മയാണ്. ഓക്കെ, ഹാപ്പി. ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് തിരുവനന്തപുരം വന്നിട്ട് ഏതൊക്കെ സ്ഥലങ്ങൾ കണ്ടു? ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി, പിന്നെ ഇവിടെ മ്യൂസിയം, പിന്നെ ഇനി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. കൊട്ടാരം കാണാൻ പോയി. എല്ലാം കാണാൻ പോയി. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് കാണാൻ പോയതിൽ? പറഞ്ഞോ? ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോയോ? പേരെന്താണ് നിങ്ങളുടെ? ആരാധ്യ. ആരുകുട്ടി എന്നാണ് വിളിക്കുക എല്ലാവരും? ആരാധ്യ. എത്രയിൽ പഠിക്കുന്നു? 2-ലെത്തിയാ? പഠിക്കാനൊക്കെ മിടിക്കുകയാണോ? ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നിട്ട് ബിരിയാണി കഴിച്ചോ? എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? ഞാൻ ഒരു പേഴ്സണലായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ നാട്ടിലെ ഫുഡാണോ നല്ലത്, തിരുവനന്തപുരത്തെ ഫുഡാണോ നല്ലത്? എവിടുത്തെ ഫുഡാണ് നല്ലത്, ഇഷ്ടമായി തോന്നിയത്? ഇവിടുത്തെ ആണോ നാട്ടിലത്തെ ആണോ? ഏത് ഫുഡാണ് ഇഷ്ടമായി തോന്നിയത്? നാട്ടിലത്തെ ഫുഡാണ്. ഇവിടെ എന്താ ഇവിടുത്തെ ഫുഡ് ശരിയായി ഒരു സുഖം കിട്ടിയിട്ടില്ലേ? അല്ല, സുഖം കിട്ടാറില്ല, എന്നാലും നമ്മൾ മാറി വരുന്നത് അല്ലേ? ശരി. അപ്പൊ എപ്പോഴാ തിരിച്ച് നാട്ടിലേക്ക്? എപ്പോഴാ പോണേ? ഞായറാഴ്ച പോകും. അത്ര പേരെ നാടകം ഇതൊക്കെ കണ്ട് ഒരുപാട് സ്ഥലം കണ്ടാ തീരാത്ത സ്ഥലം കേട്ടോ തിരുവനന്തപുരം. അത്ര മാത്രം സ്ഥലങ്ങൾ. അപ്പൊ താമസമൊക്കെ എവിടെയാണ്? കൈതമുക്കിലാണ്. ശരി, അപ്പോൾ ഞങ്ങൾ വന്നത് VMTV ചാനലിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ പേര് ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ നല്ല വലിയൊരു ടീമുണ്ട്. അപ്പോൾ പാട്ട് പാടുമോ? ഇല്ല. ഫുട്ബോൾ കാണാറില്ല? ശരി. അപ്പോൾ മോള് ഇങ്ങനെ വളരെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നു. എന്ത് പറ്റി? പണിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ശരി, അപ്പോൾ ഒരു ചെറിയൊരു സമ്മാനമുണ്ട്. ചെറുതല്ല, ഒരു വലിയൊരു സമ്മാനമുണ്ട്. ഇത് ഒരു 10 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. 10 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 10ഉം ഫണ്ണി ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിന് ഇൻഡിവിജ്വലായിട്ടാണ് മത്സരം. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ 10 ചോദ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശരിയുത്തരം ആരാണോ പറയുന്നത് അവർക്കാണ് സമ്മാനം. ഒരു ടീമായിട്ടല്ല, പക്ഷേ എല്ലാവരോടും ഞാൻ ചോദിക്കുക 10 ചോദ്യം. പക്ഷേ എനിക്ക് വേണ്ടത് അതിൻ്റെ കൃത്യമായിട്ട് ഉത്തരങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് അങ്ങോട്ട് മത്സരിച്ച് നോക്കാം. ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ? പാട്ട് പാടൂടാ? പാട്. പെട്ടെന്ന് പാട്, കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. പാടിക്കോ.
ഇഷ്ടപ്പെട്ട പാട്ട്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ അല്ലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ എണ്ണം വന്ന കുമ്പിട്ടു നില്ല് ഇരുട്ടിൽ സിറ്റി വായും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവനെ തൊഴുവാനായെന്നും ജനം തിരക്ക് കാലൊന്നെടുത്തു വച്ച സ്വർഗം പോലും അണ്ടർ വേൾഡ് ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കുലമല്ലൂർ മിനാറ്റി. അടിപൊളി. ഒരു കാലത്ത് ലജ്ജാവതിന്ന് നേരെ എത്തിയിരിക്കുന്നത് ഇല്ലുമിനാക്കിയിലാണല്ലേ? ശരി, അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കാം. 10 ചോദ്യങ്ങളാണുള്ളത്. 10 ചോദ്യത്തിന് ആൻസർ പറയാൻ ശ്രമിക്കുക. ചെറിയ സമയം മാത്രമേ ഒരാൾക്ക് അവസരമുള്ളൂ കേട്ടോ. അപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് മാറ്റും. ഓക്കെ, ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു അക്ഷരം. ഈ അക്ഷരം നേർപകുതിയാക്കി കഴിഞ്ഞാൽ 2 സംഖ്യകൾ കിട്ടും. അതിലൊരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ ഇരട്ടിയാണ്. എങ്കിൽ ഏതാണ് ആ സംഖ്യ? മലയാളത്തിലെ ഒരു അക്ഷരം, മലയാള അക്ഷരമാലയിലെ ഒരു അക്ഷരം. അത് നേർപകുതിയാക്കി കഴിഞ്ഞാൽ, ഇങ്ങനെയല്ല, ഇങ്ങനെ പകുതിയാക്കി കഴിഞ്ഞാൽ 2 സംഖ്യകൾ കിട്ടും. അതിലൊരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ ഇരട്ടിയാണ്. എങ്കിൽ ഏതാണ് ആ സംഖ്യ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടി പറയാം. മലയാളത്തിലെ ഒരു അക്ഷരമാണ്. അത് നേർപകുതിയാക്കി കഴിഞ്ഞാൽ 2 സംഖ്യകൾ കിട്ടും. അതിലൊരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ ഇരട്ടിയാണ്. അല്ലെങ്കിൽ മറ്റേ സംഖ്യ ഇതിന്റെ പകുതിയാണ്. അങ്ങനെ വേണമെങ്കിലും പറയാം. അക്ഷരമാണോ? രാണോ? രാ പകുതിയാക്കി കഴിഞ്ഞാൽ അല്ല. അല്ല. ഓക്കെ, മലയാളത്തിലെ ഒരു അക്ഷരം. ആ അക്ഷരം നേർപകുതിയാക്കി കഴിഞ്ഞാൽ, ഇതാണ്ട് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. നേർപകുതിയാക്കി കഴിഞ്ഞാൽ 2 സംഖ്യകൾ കിട്ടും. അതിലൊരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ പകുതിയാണ്. ചാ പകുതിയാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? ചുമ്മാ അടിച്ചു നോക്കിയതാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു അക്ഷരം, ആ അക്ഷരം നേർപകുതിയാക്കി കഴിഞ്ഞാൽ 2 സംഖ്യകൾ കിട്ടും. അതിലൊരു സംഖ്യ മറ്റൊരു സംഖ്യ. മീല തുടങ്ങുന്നത് നായില അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. തായല്ല, ന അല്ല, ഏതാണ്ട് കരുത്തെത്തി. നായല്ല. ഒരു സംഖ്യ നേർപകുതിയാക്കിയ 2 സംഖ്യകൾ കിട്ടും. ഒരു അക്ഷരം, അതിലൊരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ പകുതിയാണെന്നൊക്കെ പറയാം. മൂന്നല്ല, സാ അല്ല. അറിയില്ല. അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ അങ്ങനെ പറയാണ്. അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓ നേർപകുതി നോക്കി നോക്കിയേ. ഏതാണ് വരിക? ഏതൊക്കെ സംഖ്യകൾ കിട്ടും? 9. ഓ എന്ന് പറയുന്ന സംഖ്യ നേർപകുതിയാക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് 6, 3. ഓ കേട്ടോ, ഓ എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. നേർപകുതിയാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യകൾ 6, 3. അതിലൊന്ന് മറ്റേ സംഖ്യയുടെ. എന്റെ കൂട്ടുകൂടി മോശമുണ്ടെന്ന് പറഞ്ഞതാ. എന്നാലും സ്വയം നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു മദർ. നാളെ മൂല്യം നന്നായിക്കോളാം. എന്താ നാളെ? ഇന്ന് മുതൽ നന്നായി ശരിയാവില്ലേ? നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാണ്. ഇരട്ടിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം കേട്ടോ. HE എന്ന അക്ഷരത്തിൽ തുടങ്ങി, ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങി HEയിൽ അവസാനിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? HEയിൽ തുടങ്ങി HEയിൽ അവസാനിക്കുന്ന ഇംഗ്ലീഷ് വാക്ക്. ഇല്ല. HEയിൽ തുടങ്ങി നമുക്കൊക്കെ ചില സമയത്തൊക്കെ ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഉള്ള ആൾക്കാരും ഉണ്ട്. HEയിൽ തുടങ്ങി HEയിൽ അതൊരു ഇംഗ്ലീഷ് വാക്കാണ്, പക്ഷെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഗ്യാസ്. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോയാ എങ്ങനെ അങ്ങോട്ട്? മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. HEയിൽ തുടങ്ങി HEയിൽ അവസാനിക്കും. ഹെഡേക്ക്. കള്ള അമ്പട കേമാ സണ്ണിക്കുട്ട. ഹെഡേക്ക്, അതായത് HEയിൽ തുടങ്ങി HEയിൽ അവസാനിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് ഹെഡ് ഏക്ക്. HEADACHE, ഹെഡേക്ക്. റൈറ്റ് ആൻസർ ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകണം. മനുഷ്യ ശരീരത്തിലുള്ള മത്സ്യം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ കാണുന്ന മത്സ്യം. മനുഷ്യ ശരീരത്തിൽ കാണുന്ന മത്സ്യം. മനുഷ്യ ശരീരത്തിൽ കാണുന്ന മത്സ്യം, കാണപ്പെടുന്ന ഒരു മത്സ്യം. റെഡിക്കുള്ള മത്സ്യമാണോ? ആ മത്സ്യത്തിന്റെ ഒരു പേരാണ് മോനെ. ചില സ്ഥലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആ ഭാഗത്തൊക്കെ ഒരു പൊതുവെ പറയുന്നൊരു പേര് തന്നെയാണ് ഇത്. സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. ചില പരസ്യങ്ങളൊക്കെ ഈ പേര് കാണാറുണ്ട്. മനുഷ്യ ശരീരത്തിൽ കാണുന്ന മത്സ്യം. മൂന്നാമത്തെ ചോദ്യമാണ്. മനുഷ്യ ശരീരത്തിൽ കാണുന്ന മത്സ്യം കുസൃതിയാണ്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ടടാ, ഭയങ്കരമായിട്ട് ഒന്നും ചിന്തിക്കണ്ട. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന മത്സ്യം. സ്ത്രീകൾക്ക് കൂടുതലായിട്ട് അതിന്റെ ഉത്തരം പെട്ടെന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞു മത്സ്യ ശരീരത്തിൽ കാണുന്ന മത്സ്യം.
ഇപ്പൊ 3 ഒരു ഉത്തരവേ പറഞ്ഞിട്ടുള്ളൂ. പറയൂ. ഇല്ല ഇല്ല. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന മത്സ്യം എന്ന് പറയുന്നത് കൂന്തൽ, കാർക്കൂന്തൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. സമയം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എല്ലാവർക്കും. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? ഇതെല്ലാം കുസൃതിയാണേ, ആ രീതിയിൽ എടുത്താൽ മതി. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? കുസൃതിയാണ്. അര കുസൃതിയാണ്, ആ രീതിയിൽ എടുത്താൽ മതി. സമയത്തെ മുറിച്ചാൽ കിട്ടുന്നത് എന്ത്? ഇല്ലും പിന്നാക്കി. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് മാറും. നമ്മൾ മിക്കവാറും ടൈം പീസ്. റൈറ്റ് ആൻസർ. റൈറ്റ് കള്ള ടൈം പീസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇപ്പൊ 4 ചോദ്യങ്ങൾ കഴിഞ്ഞ് അടുത്ത ചോദ്യം. കൂട്ടുമ്പോൾ കുറയുകയും കുറയ്ക്കുമ്പോൾ കൂടുകയും ചെയ്യുന്നത് എന്ത്? കൂട്ടുമ്പോൾ കുറയുകയും കുറയ്ക്കുമ്പോൾ കൂടുകയും ചെയ്യുന്നത് എന്ത്? സിമ്പിൾ, വളരെ സിമ്പിൾ. ഷുഗറായി. ഷുഗറോ? ഒരു ബന്ധമില്ലാത്ത ഉത്തരവായി പോയല്ലോ. ഷുഗർ. ഓ, അങ്ങനെ കൂട്ടുമ്പോൾ. പക്ഷേ അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് ചിന്തിച്ചു. കൂട്ടുമ്പോൾ കുറയുകയും ഭക്ഷണമല്ല, കുറയ്ക്കുമ്പോൾ കൂടുകയും ചെയ്യുന്നത് എന്ത്? മിക്കവാറും ചില ആൾക്കാരുടെ വീട്ടിൽ വേണം, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത് നിർബന്ധമാണ് എല്ലാവരുടെ വീട്ടിലും. AC. റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. AC നമ്മൾ കൂട്ടുന്ന സമയത്ത് അതിന്റെ തണുപ്പ് ഇങ്ങനെ കുറഞ്ഞേ വരും അല്ലേ? കുറയ്ക്കുന്ന സമയത്ത് എന്തായിരിക്കും? തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. അടുത്ത ചോദ്യം, ഇത് ഇത്തിരി വലിയ ചോദ്യമാണ്, 6ാമത്തെ ചോദ്യമാണ്. അപ്പൊ ചേട്ടൻ 2 ഉത്തരം പറഞ്ഞിരിക്കുന്നു, ആളൊരു ഉത്തരവാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചോദ്യം. ഒരാൾക്ക് കുത്തേറ്റു എന്ന് വിചാരിക്കാം. അപ്പം പോലീസ് വന്നിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് ആദ്യം കുത്തിയതെന്ന് ചോദിക്കുന്നു. 2ാമത്തെ ചോദ്യം, എവിടെ വെച്ചാണ് കുത്തിയതെന്ന് ചോദിക്കുന്നു. രണ്ടിനും കൂടി ഒരു ഉത്തരമാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് കുത്തേറ്റു, പോലീസ് വന്നിട്ട് ചോദിക്കുന്നത് എവിടെയാണ് ആദ്യം കുത്തിയത് എന്ന് ചോദിച്ചു, എവിടെ വെച്ചാണ് കുത്തിയത് എന്ന് ചോദിച്ചു. ഇതിന് രണ്ടും കൂടി ഒരു ഉത്തരമാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊരു സ്ഥലപ്പേരാണ്. കുസൃതിയാണ്, കുസൃതിയിൽ. അതായത് ഒരാൾക്കൊരു കുത്തേറ്റ് പടഞ്ഞു കിടക്കുന്ന സമയത്ത് പോലീസ് വന്ന് ചോദിച്ചു, സത്യം പറയടാ, എവിടെയാണ് കുത്തേറ്റതെന്ന്. അപ്പോൾ ഒരു ഉത്തരം പറയുന്നു, മീൻസ് എവിടുന്നാണ് കുത്തേറ്റതെന്ന് ചോദിച്ചു. അപ്പൊ ഈ 2 ഇതിനും കൂടി ഒരു ഉത്തരമാണ് ഇദ്ദേഹം പറയുന്നത്. സെന്റർ മുക്ക്, പിന്നെ കാലടിയല്ല, ഏതാണ്ട് കരുത്തെത്തി. നമുക്ക് ഒന്ന് എങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ ഇനിയിപ്പോ നിങ്ങൾ ഇവിടത്തേക്ക് നേരെ നാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്? എറണാകുളം മെട്രോയിലൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല. എറണാകുളം പോയിട്ടേ ഇല്ല. പോയിട്ടുണ്ട്. അപ്പൊ എറണാകുളത്ത് ഒരു സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. എറണാകുളത്ത് ഒരു സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. ആ ചേച്ചി ഒന്ന് ഇരിക്കുന്നുണ്ടോ? പറഞ്ഞു കൊടുക്കല്ലേ. എറണാകുളത്ത് ഒരു സുന്ദരമായിട്ടുള്ള അതൊരു ഭയങ്കര ആൾക്കാരൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ് ചേച്ചി. പറഞ്ഞു കൊടുക്കരുത്. അല്ല അല്ല, എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലമാണിത്. അതായത് ഒരാൾക്ക് കുത്തേറ്റു, അയാളോട് എവിടുന്നാണ് കുത്തിയത്, എവിടെയാണ് കുത്തേറ്റതെന്ന് ചോദിച്ചു. അപ്പൊ ഇത് എറണാകുളത്ത് ഒരു സ്ഥലമാണ്. ഇല്ല ഇല്ല. അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് വൈറ്റില. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, കെട്ടിച്ച വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ബസ്സിൽ കയറിയ യാത്രക്കാരോടും ഉപദേശത്തോടെ പറയുന്ന ഒരു വാചകം എന്താണ്? കെട്ടിച്ചു വിട്ട പെണ്ണിനോടും കടൽ കടന്ന ഒരു പ്രവാസിയോടും എപ്പോഴാ പോന്നെ ബസ്സിൽ കയറിയ യാത്രക്കാരോടും പറയുന്ന ഒരു പൊതുവായിട്ടുള്ള പറയുന്നൊരു ഉപദേശമായിട്ടുള്ള രീതിയിൽ പറയുന്നൊരു പേരുണ്ട്. കെട്ടിച്ചു വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനോട് പൊതുവായിട്ട് പറയുന്ന ഒരു വാക്കെന്താണ്? ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ പറയുന്നത്. എവിടുന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? എപ്പോഴാ കെട്ടിച്ചു വിട്ട പെണ്ണിനോട് പറയുന്നൊരു വാക്കാണ്. പക്ഷെ ബസ്സിൽ കയറിയ യാത്രക്കാരനോട് എപ്പോഴാ തിരിച്ചു പോകുന്നതെന്ന് 3നും കൂടിയിട്ട് പൊതുവായിട്ട് പറയുന്നത്. പ്രവാസ ലോകത്ത് പോയ ആൾക്കാരോട് ആദ്യ ഒരു മാസം പറയുന്ന ഒരു സംഭവമാണിത്. ടിക്കറ്റ് അല്ലല്ല, സ്ഥലം എവിടെയാന്നല്ല, തിരിച്ചു വരണ്ടേ വേണ്ട, ആ തന്നെ നിന്നു, ഇങ്ങോട്ട് വരികയോ വേണ്ട അല്ലേ? അറിയില്ല. പോകാൻ ഇയാളിത് എങ്ങോട്ടാ പോകുന്ന ശുംഭൻ? തന്റെ തറവാട്ടിൽ കൂടിയിരിക്കുന്ന ഭൂതപ്രേതാദികളെ ഞാൻ ഈ തേങ്ങയ്ക്കുള്ളിൽ ആവാഹിച്ച് കഴിഞ്ഞു. അവരോടാ പുറത്തു പോകാൻ പറഞ്ഞ തന്നോടല്ല, ഇവിടെ ഒന്നിരിക്കുക. അപ്പൊ നമ്മളെ പുരയിൽ ജിന്നുണ്ടാ? തന്റെ പുര ജിന്നുണ്ടോ, ബ്രാൻഡി ഉണ്ടോ, വിസ്കി ഉണ്ടോ എന്ന് നാം എങ്ങനെ അറിയാം? 2 ചോദ്യം കൂടി ഉണ്ട്, അറിയാമോ? ഓക്കെ, ഞാൻ അതിന്റെ വിഷയത്തിൽ പറയും. പിടിച്ചു നിൽക്കണം, പിടിച്ചു നിന്നേക്കണേ പൊതുവെ പറയുന്നില്ലേ? ഓക്കെ, ഇനി 2 ചോദ്യം. എന്തിനു വന്നു എന്നർത്ഥം വരുന്ന സ്ഥലം ഏതാണ്? എന്തിനു വന്നു എന്നർത്ഥം വരുന്ന സ്ഥലം? അല്ല, എന്തിനു വന്നു എന്നർത്ഥം വരുന്ന സ്ഥലം? സംസ്ഥാനം വൈക്കം. എന്തിനു വന്നു എന്നർത്ഥം വരുന്ന സ്ഥലം ഏതാണ്? വൈക്കം. റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാഹനങ്ങൾ പോകാത്ത റൂട്ട്. അതായത് നമ്മൾ സാധാരണ ഒരു റൂട്ടിലൂടെ തന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. വാഹനങ്ങൾ പോകാത്ത റൂട്ട് ഏതാണ്?
സിമ്പിളാ, പെട്ടെന്ന് പറയാൻ പറ്റും. ആരോ റൂട്ട് ആരോ റൂട്ട് വേണമെങ്കിൽ ബീട്രൂട്ട് ആവാം. ഏറോ റൂട്ട് അല്ലെങ്കിൽ ബീട്രൂട്ട് ഓക്കെ അല്ലേ. ഫൈനൽ ചോദ്യം കേട്ടോ. ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി? തുമ്പ 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 പറയടാ. ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി ഏതാണ്? ായിട്ട് അപ്പ മോട്ടോറോസ്റ്റും കൂടി വേണ്ട, ഞാൻ പല്ലിയതില്ല, പുട്ടും കടലേ മതി. ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കണം തുമ്പ. അങ്ങനെ 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. 10 ഏതാണ്ടൊക്കെ നമ്മുടെ ഈ 2 ആൾക്കാരാണ് കൂടുതലായിട്ട് മുന്നിട്ട് നിന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹമല്ലേ? അല്ലേ, ആരാണ് പറഞ്ഞിരിക്കുന്നത്? പ്രേക്ഷകർ ആരാ പറഞ്ഞിരിക്കുന്നത്? ഒരേ ടീമിനെ ഒരേ ആൾക്കാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അച്ഛനും മോനിത ഇതാണല്ലേ ഉറപ്പേടാ തുമ്പ. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ എന്തായാലും ഒരു സ്ഥലത്തേക്ക് തന്നെയാണല്ലോ ഞാൻ തന്നാ സമ്മാനം പോകേണ്ടത്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 10 ചോദ്യങ്ങൾ ചോദിച്ചു. ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രേക്ഷകരും മനസ്സിലായി, അതിന്റെ ഉത്തരവും മനസ്സിലായി. നമുക്ക് ക്യാമറക്ക് സൈഡിൽ നമ്മളെ ഇവിടെ ജോലി ചെയ്യുന്ന 2 ചേച്ചിമാരുണ്ട്. 1-2 ഉത്തരം അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇല്ല ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കുള്ള ഞങ്ങളുടെ ഇഞ്ചോടിഞ്ചിന്റെ സ്നേഹ സമ്മാനം. ഓക്കെ. രാഷ്ട്രീയമായിട്ടും കലാപരമായിട്ടൊക്കെ ഒരുപാട് നല്ല താരങ്ങളുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലം. ഒരുപാട് നല്ല മനുഷ്യസ്നേഹികളുള്ള സ്ഥലമാണ്. എത്ര പ്രശ്നങ്ങൾ വന്നപ്പോഴും കുലുങ്ങാത്തൊരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. എന്തൊക്കെ വന്നുമല്ലേ അവിടെ, എന്നാലും ഒരു പ്രശ്നമില്ല. നമ്മളൊക്കെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നവരാണ് കോഴിക്കോട് ജില്ലക്കാർ. വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ VMTV ന്യൂസ് ചാനലിൻ്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം 2 പേരും വാങ്ങിച്ചോ. എന്തായാലും ഒരു നാട്ടിലേക്ക് തന്നെ പോണ്ട്, അടിപിടി കൂടരുത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ 10 ചോദ്യങ്ങൾക്കുള്ള സമ്മാനം വാങ്ങിച്ചു. തുല്യമായിട്ട് തന്നെ അവർ മത്സരിച്ചിട്ട് തന്നെയാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ സന്തോഷം, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവിധ ആശംസ. ഇനിയിപ്പോൾ തിരിച്ചപ്പെടാൻ പോണേ? തിരിച്ച് ഞായറാഴ്ച പോകും. തിങ്കളാഴ്ച മുതൽ വീണ്ടും സ്കൂളിലേക്ക് പോകണം അല്ലേ? ഓക്കെ, താങ്ക് യു മോനെ. കാണാം കേട്ടോ, നന്നായിട്ട് പഠിക്കുക. മോളൂസേ, അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നന്നായിട്ട് പാട്ടൊക്കെ പാടിത്തരണം. പാടിത്തരുമോ? ഇല്ല. അപ്പൊ ഇഞ്ചോടിഞ്ചിന് ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരു നല്ലൊരു ചാറ്റ് പറഞ്ഞ എല്ലാവരും ബൈ. സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. 50 രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും.